Hi guys, welcome to Exanway Learning. അപ്പോൾ നമ്മൾ NSMC 2026 നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് 2026 അനൗൺസ് ചെയ്തിട്ടുണ്ട്. എക്സാൻവൈ മീഡിയ പാർട്ണർ ദ ഹിന്ദു ആയിട്ട് നടത്തുന്ന നാഷണൽ ലെവലിലുള്ള ഒരു എക്സാം ആണ്. പല വർഷങ്ങളിലും നമ്മൾ മുന്നേ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ വർഷം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന്റെ സിലബസ് ഡിസ്കസ് ചെയ്യാനാണ്. ഓക്കെ, നമുക്കറിയാം സയൻസ്, മാത്സ്, അതുപോലെ മെന്റൽ എബിലിറ്റി. ഓക്കെ, 6ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ 3 സബ്ജക്ട്സിനാണ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അതിൽ സയൻസ് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും, മാത്സ് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും. അതേ ഏകദേശം അതുപോലത്തെ പാറ്റേൺ ആയിരിക്കും. അതുപോലത്തെ എന്തായിരിക്കും സിലബസ് ഏകദേശം അതിനോട് സാമ്യമുള്ളതായിരിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നേ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ട കാര്യങ്ങൾ തന്നെ. ഓക്കെ, പക്ഷേ അതിന്റെ വേറൊരു വേർഷൻ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ അല്ലെ, MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ മുന്നേ എക്സാംസ് എഴുതിയിട്ടുണ്ടാവില്ല. LSS ഒക്കെ എഴുതിയവരാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അറിയുന്നുണ്ടാവും. അല്ലാത്തവർ കൂടുതൽ എഴുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ, ഇത് നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ്. ഈ കോമ്പറ്റീറ്റീവ് വേൾഡ് എന്താണ്, ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് അറിയാനുള്ള നല്ലൊരു ചാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആരും മിസ് ചെയ്യരുത്. സയൻസിന് 16 ക്വസ്റ്റ്യൻസും മാത്സിന് 16 ക്വസ്റ്റ്യൻസും മെന്റൽ എബിലിറ്റിന് 8 ക്വസ്റ്റ്യൻസും. ഓക്കെ, അങ്ങനെ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസിന്റെ എക്സാം ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ സയൻസിന്റെ സിലബസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സയൻസിൽ നമുക്കറിയാം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ കുറെ പാർട്ടുകളുണ്ട് അല്ലെ. ന്യൂട്രിയൻസ്, ഓക്കെ, ബയോളജി എന്നുള്ള ന്യൂട്രിയൻസ്, നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റമിൻസ്, മിനറൽസ് ആൻഡ് ദെയർ സോഴ്സസ്, ഡയറ്ററി ഫൈബേഴ്സ് ആൻഡ് വാട്ടർ, ഡെഫിഷ്യൻസി, ഡിസീസസ്, ടെസ്റ്റ് ഫോർ ന്യൂട്രിയൻസ്. ഓക്കെ, ന്യൂട്രിയൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് നമുക്ക് ഫുഡിലൂടെ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് ഇല്ലാതായാൽ ഓക്കെ, ഈ ന്യൂട്രിയൻസ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് പോലുള്ള ന്യൂട്രിയൻസ് ഇല്ലാതായാൽ ഏതൊക്കെ ഡെഫിഷ്യൻസി അസുഖങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്, കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ മാഗ്നറ്റിസം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിസം. അതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കുന്നുണ്ട്, മാഗ്നറ്റ്സ്, ബാർ മാഗ്നറ്റ്, ഹോർഷു മാഗ്നറ്റ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ പെർമനന്റ് മാഗ്നറ്റ്, ടെമ്പററി മാഗ്നറ്റ്, ചില സ്റ്റോൺസ് പെർമനന്റ് ആയിട്ട് ഓൾറെഡി ഉള്ള മാഗ്നറ്റ്സ് ആണ്, ചിലവർക്ക് എന്താണ് ടെമ്പററി ആണ് അല്ലെ, കറണ്ട് കൊടുക്കുമ്പോഴേ മാഗ്നറ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, എങ്ങനെയൊക്കെ ഡിമാഗ്നറ്റൈസേഷൻ നടത്താൻ പറ്റുമെന്നൊക്കെയാണ് നമ്മളെ സിലബസിലുള്ളത്. പിന്നീട് ഡൈവേഴ്സിറ്റി. ഓക്കെ, അഗെയിൻ ബയോളജി ചാപ്റ്റർ ആണ്. ഓർഗാനിസംസ്, അതിന്റെ ഗ്രൂപ്പിംഗ്. ഓക്കെ, നമ്മളെ ആനിമല്, പ്ലാന്റ്. ഓക്കെ, പിന്നെ ആനിമൽസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ആർത്രോപോഡ്, മാമൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു 6th ലെവലിൽ പഠിച്ചിട്ടുള്ളത്, അതും പ്ലസ് നിങ്ങൾ കുറച്ച് ഒരു നോളജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ അത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഹീറ്റ്. ഓക്കെ, സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഹീറ്റ്. എങ്ങനെയൊക്കെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, റേഡിയേഷൻ, കൺവെക്ഷൻ, ഓക്കെ, കണ്ടക്ഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനിയോ ഇൻസുലേറ്റേഴ്സ് എന്താണ്, തെർമോമീറ്റേഴ്സ് എന്താണ്, ഓക്കെ, അതിന്റെ റീഡിങ്സ്, യൂണിറ്റ് കൺവേർഷൻസ്, കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ്, ഓക്കെ, ഫാരൻഹീറ്റ്, അതിന്റെ കൺവേർഷൻസ്. ഓക്കെ, പിന്നെയോ മിക്സ്ചേഴ്സ് ആൻഡ് സെപ്പറേഷൻസ്, കെമിസ്ട്രിന്ന് വരുന്നതാണ്. പ്യുവർ സബ്സ്റ്റൻസസ്, ഓക്കെ, നമ്മൾ മിക്സ്ചർ അല്ലാത്ത പ്യുവർ സബ്സ്റ്റൻസസ്. പിന്നെയോ അതും മിക്സ്ചേഴ്സ് തമ്മിലുള്ള ഡിഫറെന്റ് സെപ്പറേഷൻ ടെക്നിക്സ്, എങ്ങനെയൊക്കെ നമുക്ക് മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് പ്യുവർ സബ്സ്റ്റൻസസ് ആക്കാം. സൊല്യൂഷൻസ്, സൊല്യൂബിലിറ്റി എന്താണ്. ഓക്കെ, മോഷൻ, അഗൈൻ ഫിസിക്സ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. മോഷൻ ആൻഡ് റെസ്റ്റ്, റെക്റ്റിലീനിയർ മോഷൻ. ഓക്കെ, നേരെ പോകുന്ന മോഷൻസ്, സർക്കുലർ മോഷൻസ്, പീരിയോഡിക് മോഷൻസ്, റൊട്ടേഷണൽ മോഷൻസ്, പിന്നെയോ ഓസിലേഷൻസ്, വൈബ്രേഷൻസ്. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻസ്, അതിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. As I said, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കുറച്ച് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് ഒക്കെ ഓൾറെഡി ഉണ്ടാവും. നമുക്ക് അത് കണ്ട് തുടങ്ങാം. ഈ വർഷത്തെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും, അറ്റ് പ്രോപ്പർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് റിലീസ് ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീഡ്സ്, സീഡ് ഡിസ്പേഴ്സൽ, ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്, പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഓക്കെ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. വാട്ടർ, വെള്ളം. ഓക്കെ, വാട്ടർ സൈക്കിൾ, സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ. ഓക്കെ, വാട്ടറിന് എന്താണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്, വേപ്പർ ആണ്. ഓക്കെ, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്. പിന്നെയോ നമ്മളെ സോളിഡ് സ്റ്റേറ്റ്, ഐസ്. ഓക്കെ, സോ ഇവാപറേഷൻ ആൻഡ് ബോയിലിംഗ്, കണ്ടൻസേഷൻ, precipitation, melting. ഓക്കെ, ഈ ഓരോ കാര്യങ്ങൾ കണ്ടൻസേഷൻ നടക്കുമ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ടാണ് മാറുന്നത്, precipitation, melting ഒക്കെ നടക്കുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലോട്ടാണ് മാറുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, കൂളിംഗ്, സോഴ്സസ് ഓഫ് വാട്ടർ, ഡിപ്ലീഷൻ ഓഫ് വാട്ടർ. ഓക്കെ, ജനറൽ ടോപ്പിക്സ് ആണ്.
നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡെപ്ലീഷൻ ഓഫ് വാട്ടർ ഒക്കെ. ഓക്കെ, ജസ്റ്റ് ദെൻ സ്പേസ് സയൻസ്. ഓക്കെ, എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സോളാർ സിസ്റ്റം, പ്ലാനറ്റ്സ്, എർത്ത്, മൂൺ, അതർ സെലസ്റ്റിയൽ ബോഡീസ്, സ്പേസ് മിഷൻസ്, സാറ്റലൈറ്റ്സ്. ഓക്കെ, അതിൽ കുറച്ച് ജനറൽ ആയിട്ട് ക്വസ്റ്റൻസ് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലേ സ്കൂളുകളിൽ. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാം. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം നോക്കേണ്ടത് അല്ലേ. ചിലപ്പോൾ അതിൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമുക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. എല്ലാതും ആൻസർ ചെയ്യുക എന്നുള്ളതല്ല നമ്മളെ ലക്ഷ്യം. ഓക്കെ, ഇനി നമ്മൾ മാത്സിലോട്ട് വരികയാണ്. ഞാൻ പറഞ്ഞു സയൻസിൽ 16 ക്വസ്റ്റ്യൻസ് ആണ്, മാത്സിൽ 16 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, മാറ്റിൽ 8 ക്വസ്റ്റ്യൻസും. ഓക്കെ, ദെൻ മാത്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, നമ്പർ സിസ്റ്റംസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, കമ്പയറിംഗ് നമ്പേഴ്സ്. ഓക്കെ, ലാർജ് നമ്പർ. ഓക്കെ, ഒരു ഫ്രാക്ഷൻ ഒക്കെ വന്നിട്ട് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നൊക്കെ നമുക്ക് അറിയാൻ. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഓക്കെ, യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ്, റൗണ്ടിങ് ഓഫ്. ഓക്കെ, റൗണ്ടിങ് ഓഫ്. ഇങ്ങനെ 9.82 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡെസിമലിനേഷൻ ഒരു നമ്പർ ആക്കി ഇങ്ങനെ എന്ത് ചെയ്യാം, ഇതാക്കാം അല്ലെ, റൗണ്ട് ഓഫ് ചെയ്യാം. 9.82 എന്ന് എങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻസ്, ഫാക്ടേഴ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്, മൾട്ടിപ്പിൾസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്, പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്, ഡിവിസിബിലിറ്റി, പ്രൈം ഫാക്ടറൈസേഷൻ, HCF ആൻഡ് LCM. ഓക്കെ, ഇനിയോ ഹോൾ നമ്പേഴ്സ്. ഓക്കെ, നമ്പേഴ്സ് ആണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിലബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് നമ്പേഴ്സ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ഇൻട്രൊഡക്ഷൻ ടു ഹോൾ നമ്പേഴ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് ഹോൾ നമ്പേഴ്സ്. ഓക്കെ, പിന്നീട് ഇൻറ്റിജേഴ്സ്. അഗെയിൻ ഇൻറ്റിജേഴ്സ് നമ്പേഴ്സ് തന്നെ അല്ലേ. ഇൻറ്റിജേഴ്സ്, നമ്പർ ലൈൻ, ഇൻറ്റിജർ ഓപ്പറേഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ്, ഫ്രാക്ഷൻസ്. ഓക്കെ, ഫ്രാക്ഷൻസ് എന്താണ് ഫ്രാക്ഷൻസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്, കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഓക്കെ, ഫ്രാക്ഷൻ കൂട്ടാനും കുറക്കാനും അത് കമ്പയർ ചെയ്യാനും ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡെസിമൽസ്, കമ്പയറിംഗ് ഡെസിമൽസ്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഓഫ് ഡെസിമൽസ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്പീഡ് അപ്പ് ചെയ്യാം. നിങ്ങളെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒന്ന് സ്പീഡ് അപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്പേഴ്സ് കഴിഞ്ഞാൽ ജോമെട്രിയിലോട്ട് വരാണ്. ജോമെട്രിയിൽ എന്തൊക്കെയാ, പോയിന്റ്സ്, ലൈൻസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, ആംഗിൾസ്, ടൈപ്സ് ഓഫ് ആംഗിൾസ്, കർവ്സ്, പോളിഗൺസ്, ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽസ്, സർക്കിൾസ്, 3D ഷേപ്സ്. ഓക്കെ, അപ്പോൾ ജോമെട്രിയിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡാറ്റ ഹാൻഡ്ലിംഗ്. ഓക്കെ, റെക്കോർഡിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ഡാറ്റ, പിക്ചോഗ്രാഫ്. ഓക്കെ, മെൻസുറേഷൻ. ഓക്കെ, പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് റെഗുലർ ഷേപ്സ്, വോളിയംസ്, റേഷ്യൂസ് ആൻഡ് പ്രൊപ്പോർഷൻസ്. ഓക്കെ, അപ്പോൾ ഒരു ഷേപ്പ് കിട്ടി അതിന്റെ വോളിയം എന്താണ്, അതിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ, ഏരിയന്റെ ഇക്വേഷൻ. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ മെൻസുറേഷനിൽ പഠിക്കുന്നത്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ജിയോമെട്രി, നമ്പേഴ്സ് ആണ് നമ്മളെ ഫോക്കസ്. ഓക്കെ, ഇനി മെന്റൽ എബിലിറ്റി, മാറ്റ്. ഇത് നിങ്ങൾ സ്കൂളിൽ പഠിക്കാത്തൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രീവിയസ് ഇയറിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. ഓക്കെ, പ്ലസ് ഈ വർഷം നമ്മൾ എന്ത് ചെയ്യും, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ വെർബൽ റീസണിങ്, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, നമ്പർ അനാലജി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ഓൾറെഡി എക്സാംസ് എഴുതി പരിചയമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് 8 NMMS എന്നാണ് ഒരു ചാനലുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഒരുപാട് വെർബൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സാം വഴി തന്നെ ഫാക്കൾട്ടീസ് സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പോയി നോക്കാം എന്താണ് ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ NMMS ഭാവിയിൽ നിങ്ങൾ പല സ്കോളർഷിപ്പ് എക്സാംസ് എഴുതുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു പോയില്ല എന്നുണ്ടെങ്കിലും ഇതിൽ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് സ്കൂളിൽ പഠിക്കാത്തതാണ്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു എന്ന് പറയാൻ പാടില്ല. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നിങ്ങളെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, പക്ഷെ അത് സ്പീഡപ്പ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെന്റൽ എബിലിറ്റിയിൽ ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി വരികയാണെങ്കിൽ നോൺ വെർബൽ റീസണിങ്സ് ഉണ്ടാവും, സീരീസ്, അനാലജി. ഓക്കെ, ക്ലാസിഫിക്കേഷൻ, മിറർ ഇമേജസ്, വാട്ടർ ഇമേജസ്, ഇൻകംപ്ലീറ്റ് ഫിഗേഴ്സ്, എംബഡഡ് ഫിഗേഴ്സ്, മിസ്സിംഗ് ക്യാരക്ടേഴ്സ്. ഓക്കെ, കോഡിങ്, ഡീകോഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലാണ് വരിക, നമ്മളെ മെന്റൽ എബിലിറ്റിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മെന്റൽ എബിലിറ്റി എന്ത് ചെയ്യരുത്, കളഞ്ഞ് പോകരുത്. 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈസി ആയിരിക്കും, പക്ഷെ അത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നല്ല പ്രാക്ടീസ് വേണം. ഓക്കെ, അപ്പോൾ ആരും ഇത് മിസ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു NSMC 2026 നിങ്ങൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ, അതിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ എഴുതുക. അപ്പോൾ കേരളത്തിലുള്ള കുട്ടികളായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയാണെ, നല്ലൊരു കോമ്പറ്റീഷൻ നടത്താൻ പോവുകയാണെ. ഓക്കെ, കേരളത്തിലുള്ളവർക്ക് കേരളത്തിൽ എഴുതാം, അല്ല ബാംഗ്ലൂരും ഹൈദരാബാദിലൊക്കെ നമുക്ക് സെന്റേഴ്സ് ഉണ്ട്, യു ക്യാൻ റൈറ്റ് ദർ ഓൾസോ. ഓക്കെ, അപ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഇനി നിങ്ങൾ വളരെ നന്നായിട്ട് എന്ത് ചെയ്യുക, മുന്നേ കോമ്പറ്റീവ് എക്സാം പരിചയമില്ല എന്നൊന്നും പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. ഇതാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോമ്പറ്റീറ്റീവ് വേൾഡിലോട്ട് വരണം, ഇതിലെ
ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നെല്ലാം മനസ്സിലാക്കാനുള്ള എക്സാം ആണത്. സ്കൂൾ എക്സാംസ് നമുക്ക് എന്താണ് പല ആൾക്കാർക്കും എന്ത് ചെയ്യും, ചിലപ്പോൾ നല്ല മാർക്കൊക്കെ കിട്ടിയെന്ന് വരും. ഓക്കെ, അപ്പോൾ എ ഗ്രേഡ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇറ്റ്സ് ഗുഡ്, ഓക്കെ നല്ലത് തന്നെ. പക്ഷേ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യാം, റിലാക്സ് ആയിട്ട് പോയി എക്സാം എഴുതാം, നല്ല മാർക്ക് വാങ്ങാം, ഇപ്പോൾ പഠിക്കാനുള്ളതൊക്കെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.